ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തേർഡ് ചാപ്റ്ററാണ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് എന്നുള്ള സബ്ജക്റ്റിലെ തേർഡ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൺസ്ട്രക്റ്റിവിസം എന്ന ഏരിയയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. കൺസ്ട്രക്റ്റിവിസം എന്താണ്, അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, അതേപോലെ തന്നെ അതിൻ്റെ നേച്ചർ, അതിൻ്റെ ലേണിംഗ് പ്രോസസ്സിൻ്റെ നേച്ചർ, ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പരിചയപ്പെട്ടുള്ളത്. അടുത്തതായിട്ട് ലാസ്റ്റ് പാർട്ടാണ്, ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് തന്നെ നമുക്ക് എടുത്ത് പറയാൻ പറ്റും. ഏതാണ്? പെഡഗോഗിക്കൽ അപ്രോച്ചസ് ടു കൺസ്ട്രക്റ്റിവിസം എന്നുള്ളതാണ്. പെഡഗോഗിക്കൽ അപ്രോച്ച്, കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പെഡഗോഗിക്കൽ അപ്രോച്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഓർത്തു വെച്ച് പറയേണ്ട ഒരേ ഒരെണ്ണം ആണ് ഏതെന്ന് പറയുന്നത് ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് എന്നാണ് പറയുന്നത്. ഏതാണ് കൺസ്ട്രക്റ്റീവ് അപ്രോച്ചിൻ്റെ പെഡഗോഗിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്? ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് എന്നുള്ളതാണ്. അപ്പോൾ അതിനോടനുബന്ധിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് എന്താണെന്നും അതേപോലെ തന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് വേഴ്സ് ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗ് എന്താണെന്നുള്ളതുമാണ്. അതായത് അത് തമ്മിലുള്ള കമ്പാരിസൺ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ലേണിംഗുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുകൂടാതെ തന്നെ ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്ങും ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗ് എന്താണെന്ന് അതിൻ്റെ കമ്പാരിസണും കൂടി കൊടുത്തുകൊണ്ട് നമുക്ക് എസ്സേ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ ഈ ഒരു ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് എന്നത് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഒരു പെഡഗോഗിക്കൽ അപ്രോച്ച് കൂടിയാണെന്ന് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് പറയേണ്ടതുണ്ട്. സോ ഇതിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് 3 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് നോട്ട് ചെയ്തതാണ്, എങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു 3 തരത്തിലായിരിക്കും അതിൻ്റെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിക്കുക. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 പോയിൻറ്റ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഈസ് ദ ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്, റൈറ്റ് അബൌട്ട് അഡ്വാൻറ്റേജസ് ഓഫ് ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് വേഴ്സ് ടീച്ചർ സെൻറ്റേർഡ് ടീച്ചിങ്, ദെൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്. ഇപ്പോൾ 3 ഒരേ മാനറുള്ള ക്വസ്റ്റ്യനാണ്, ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒരേ ആൻസർ തന്നെ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. സോ എന്താണ് കൺസ്ട്രക്റ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്? ഒരു കൺസ്ട്രക്റ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റിൽ വെച്ചുകൊണ്ടായിരിക്കും കൺസ്ട്രക്റ്റീവ് ടീച്ചിങ് നടക്കുന്നുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് കൂടിയാണ്. അപ്പോൾ ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്ങിന് ഒരു കൺസ്ട്രക്റ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് ആവശ്യവുമാണ്. അപ്പോൾ എന്താണ് കൺസ്ട്രക്റ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്? എ ലേണിംഗ് എൻവയോൺമെൻറ്റ് ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗ് ത്രൂ കൺസ്ട്രക്ഷൻ ഓഫ് മീനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗ്, പഠനം നടക്കുന്നത് എങ്ങനെയാണ്? അത് കൺസ്ട്രക്ഷൻ ഓഫ് മീനിങ്ങും അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയുമാണ്. അതായത് മനസ്സിലാക്കിയെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന മെത്തേഡുകളും അതേപോലെ തന്നെ എങ്ങനെയാണോ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കുന്നത് ആ ഒരു രീതിയിലാണ് പഠനം നടക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും എന്ത് തന്നെയാണ്? കൺസ്ട്രക്റ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് തന്നെയാണെന്നാണ് പറയുന്നത്. ലേണിംഗ് എൻവയോൺമെൻറ്റ് ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗ് through construction of meaning and development of understanding among children on their own may be viewed as a constructive learning environment. അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയും അതിനുള്ള വളർച്ച കൊണ്ടുവരികയും അതിൻ്റെ അർത്ഥം അവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അതും ഏത് എൻവയോൺമെൻറ്റിൽ വെച്ചിട്ട്, ഒരു കൺസ്ട്രക്റ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റിൽ വെച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് പഠനം നടക്കുന്നത് പ്രൊജക്റ്റുകൾ കൊടുത്തുകൊണ്ടോ വർക്കുകൾ കൊടുത്തുകൊണ്ടോ അവരെ കൊണ്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടോ ഒക്കെ ചെയ്യിപ്പിക്കുന്ന സാഹചര്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. സോ കൺസ്ട്രക്റ്റീവ് ലേണിംഗ് ആൻഡ് ഇറ്റ്സ് ഡിഫറൻസ് ഫ്രം ട്രഡീഷണൽ അപ്രോച്ചസ് ഓഫ് ലേണിംഗ്. ഈ ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു ടീച്ചർ സെൻറ്റേർഡ് ലേണിങ്ങിനെയാണ് ട്രഡീഷണൽ അപ്രോച്ച് എന്ന് കൂടി പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കമ്പാരിസൺ പറയുമ്പോൾ ടീച്ചർ സെൻറ്റേർഡ് ലേണിങ്ങും അതേപോലെ തന്നെ ലേണർ സെൻറ്റേർഡ് ലേണിങ്ങും കമ്പയർ ചെയ്തുകൊണ്ട് ചോദിച്ചാലും അതേപോലെ തന്നെ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് ആൻഡ് ഇറ്റ്സ് ഡിഫറൻസ് ഫ്രം ട്രഡീഷണൽ അപ്രോച്ച് ഓഫ് ലേണിങ്ങിൻ്റെ കമ്പാരിസൺ ചോദിച്ചു കഴിഞ്ഞാലും ഇതേ ആൻസർ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ട്രഡീഷണൽ ക്ലാസ് റൂമിലാണെങ്കിൽ ബിഗിൻസ് വിത്ത് പാർട്സ് ഓഫ് ഓൾ എംഫസിസ് ബേസിക് സ്കിൽസ് എന്നുള്ളതാണ്. ബിഗിൻസ് വിത്ത് പാർട്സ് ഓഫ് ദി ഹോൾ എന്നുള്ളതാണ്. ഒരു മൊത്തത്തിലുള്ള ഒരു കാര്യത്തിൻ്റെ പാർട്ടുകളിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു SSLC എന്നുള്ള ഒരു കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 8, 9, 10 അല്ലെങ്കിൽ 1 മുതൽ 9 വരെ പഠിപ്പിച്ച് അവസാനം എന്ത് ചെയ്യുന്നു, 10ാം ക്ലാസ് പാസ്സാവുന്നത് എന്നുള്ളത്. അങ്ങനെ പാർട്ടുകൾക്കാണ്
എന്തിൽ മുൻതൂക്കം കൊടുക്കുന്നുണ്ടായിരുന്നത്? ട്രഡീഷണൽ ക്ലാസ് റൂമിൽ പാർട്ടുകൾക്കാണ്, ഓരോ ഭാഗങ്ങൾക്കാണ് മുൻതൂക്കം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല അതിൽ ബേസിക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലായിരുന്നു എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്, അതിൽ ട്രഡീഷണൽ ക്ലാസ് റൂമിൽ മുൻതൂക്കം കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ കൺസ്ട്രക്റ്റീവ് ക്ലാസ് റൂമിലാണെങ്കിൽ അത് തുടങ്ങുന്നത് തന്നെ മൊത്തത്തിൽ എന്നുള്ളതാണ്. എന്താണോ നമ്മൾ ഉന്നം വെക്കുന്നത്, എന്താണോ നമ്മൾ ഗോൾ വെക്കുന്നത്, ആ ഗോളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. എന്നിട്ട് ആ ഗോളിൽ നിന്ന് തുടങ്ങുകയും പിന്നെ പാർട്ടുകളിലൂടെ അത് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയുമാണ് ചെയ്യുന്നത്. അതിൽ ഗോളിൽ നിന്ന് തുടങ്ങി എന്നിട്ട് അതിനെ പാർട്ടുകളാക്കി ഡിവൈഡ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതായത് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. എന്നാൽ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ബിഗിൻ ചെയ്യുന്നതിനാണ് ട്രഡീഷണൽ ക്ലാസ് റൂം എന്ന് പറയുന്നത്. അതുകൂടെ തന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് സ്ട്രിക്റ്റ് അഡ്ഹറൻസ് ടു ഫിക്സ്ഡ് ക്ലാസ് റൂം കരിക്കുലം എന്നുള്ളതാണ്. ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം മാത്രമായിരിക്കും ട്രഡീഷണൽ ക്ലാസ് റൂമിൽ ഉണ്ടാവുക. എന്നാൽ പേസ്യൂട്ട്സ് ഓഫ് സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. അതായത് കരിക്കുലം എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ ഇൻട്രസ്റ്റും അവരുടേതായിട്ടുള്ള ക്വസ്റ്റ്യൻസിനും അനുസരിച്ച് മാറി തിരിഞ്ഞിരിക്കുമെന്നുള്ളതാണ്. ഒരു 10-20 കുട്ടികൾ ഒരു ക്ലാസ് റൂമിലുണ്ടെങ്കിൽ ആ 20 കുട്ടികളുടെ ഇൻട്രസ്റ്റും 20 കുട്ടികളുടെ ക്വസ്റ്റ്യൻസിനും അനുസരിച്ച് എന്ത് മാറിയിരിക്കും, ആ പ്രൊജക്റ്റുകളും ആ വർക്കുകളൊക്കെ മാറിയിരിക്കും എന്നുള്ളതാണ് കൺസ്ട്രക്റ്റീവ് ക്ലാസ് റൂമിൻ്റെ പ്രത്യേകതയായിട്ട് എടുത്ത് പറയുന്നത്. ദെൻ ടെക്സ്റ്റ് ബുക്സ് ആൻഡ് വർക്ക് ബുക്സും ആയിരിക്കും ഏതിലുണ്ടാവുക ട്രഡീഷണൽ ക്ലാസ് റൂമിൽ. എന്നാൽ പ്രൈമറി സോഴ്സസ് ആൻഡ് മാനിപ്പുലേറ്റീവ് മെറ്റീരിയൽസ് എന്നുള്ളതാണ്. അതായത് ഓരോ പ്രൊജക്റ്റിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള മെറ്റീരിയൽസ് ഒരു പക്ഷേ കൊടുക്കേണ്ടി വരും. അപ്പോൾ നിലവിലുള്ള മെറ്റീരിയൽസിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മോൾഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ പ്രൈമറി സോഴ്സുകളുമായിരിക്കും ഇതിൽ കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റ് പോയിന്റ്സുകൾ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതുകൊണ്ട് ഇൻസ്ട്രക്ടർ ഗിവ്സ് ആണ്. അതായത് ട്രഡീഷണൽ ക്ലാസ് റൂമിൽ ടീച്ചർ നമ്മൾ അങ്ങോട്ട് നൽകുക ചെയ്യുന്നത്, കുട്ടികൾ റിസീവ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ലേണിംഗ് ഈസ് ഇൻട്രാക്ഷൻ ആണ്. അതായത് കൺസ്ട്രക്റ്റീവ് ലേണിങ്ങിലാണെങ്കിൽ ഇൻട്രാക്റ്റീവ് ലേണിംഗ് ആണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഇൻസ്ട്രക്ടർ ഡയറക്റ്റീവ് ആൻഡ് അതോറിറ്റേറ്റീവ് റോളാണ് വഹിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ കൺസ്ട്രക്റ്റീവ് ലേണിങ്ങിലാണെങ്കിൽ ഇൻസ്ട്രക്ടർ ഇൻട്രാക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ നെഗോഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് കുട്ടികളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരുടേതായിട്ടുള്ള രീതികളും മെത്തേഡും ടൂൾസും ഒക്കെ മാറ്റം വരുത്തുന്നുണ്ടാവും. ദെൻ അതിൻ്റെ ട്രഡീഷണൽ ക്ലാസ് റൂമിലാണെങ്കിൽ അടുത്ത പോയിന്റ് പറയുന്നത് അസസ്മെൻറ്റ് നടത്തുന്നത് ഏതിലൂടെയാണ്? ടെസ്റ്റിങ്ങിലൂടെയാണ്. അതേപോലെ തന്നെ കറക്റ്റ് ആൻസർ എന്താണോ അത് വെച്ചിട്ടാണ് അസസ്മെൻറ്റ് നടത്തുക. എന്നാൽ അസസ്മെൻറ്റ് ഡിഫറെൻറ്റ് മാനറിലൂടെയാണ് കൺസ്ട്രക്റ്റീവ് ലേണിങ്ങിൽ അസസ്മെൻറ്റ് നടക്കുന്നത്. അത് വർക്ക്സ് ചെയ്തിട്ടുള്ള വർക്കുകൾ അസസ് ചെയ്യും, അതേപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യും, അതേപോലെ തന്നെ പോയിൻറ്റ്സ് ഓഫ് വ്യൂ നോക്കും, അവരുടെ വ്യൂ പോയിൻറ്റുകൾ നോക്കും, അതേപോലെ തന്നെ അതുകൂടാതെയും ടെസ്റ്റുകളും നടത്തും. അതായത് കൺസ്ട്രക്റ്റീവ് ലേണിങ്ങിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾക്കല്ല, ഏതിനാണ്? പ്രോസസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർ ചെയ്യുന്ന ഘട്ടങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലാതെ അവർ ഔട്ട്പുട്ട് അവരിൽ നിന്നും കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ റിസൾട്ടിനല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പ്രോസസ് ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. പ്രൊഡക്റ്റിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഏതിനാണ് കൊടുക്കുന്നത്? പ്രോസസ്സിനാണ്. ഏതിൽ? കൺസ്ട്രക്റ്റീവ് ലേണിങ്ങിൽ. ദെൻ നോളജ് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നോളജ് അവർ ഡൈനാമിക്കലി ചേഞ്ച് ചെയ്ത് ഗ്രാജുവലി അവർ അക്വയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റുഡൻസ് വർക്ക് ഇൻഡിവിജ്വലിയാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്നാൽ കുട്ടികൾ കൺസ്ട്രക്റ്റീവ് ലേണിങ്ങിൽ ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ ഉൾപ്പെടുത്തണം. ഇത് രണ്ട് രീതിയിൽ നിങ്ങളോട് ചോദിക്കാം. ട്രഡീഷണൽ ക്ലാസ് റൂമും കൺസ്ട്രക്റ്റീവ് ക്ലാസ് റൂമും തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കാം. അതല്ലെങ്കിൽ പിന്നെ ടീച്ചർ സെൻറ്റേർഡ് ലേണിങ്ങും ലേണർ സെൻറ്റേർഡ് ലേണിങ്ങും, അല്ലെങ്കിൽ ടീച്ചർ സെൻറ്റേർഡ് ടീച്ചിങ്ങും ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്ങും തമ്മിലുള്ള കമ്പാരിസൺ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആൻസർ തന്നെ ഉൾപ്പെടുത്താൻ പറ്റും. അതുകൂടാതെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുക വഴി നിങ്ങൾക്ക് ആ ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്ങും ലേണിങ്ങും തമ്മിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. എങ്കിലും ഈ പോയിൻ്റ് ഔട്ടുകൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്? ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് ഈസ് ആൻ അപ്രോച്ച് ദാറ്റ് പ്ലേസസ് ദി ലേണർ ഓർ ദി സ്റ്റുഡൻസ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ലേണിംഗ്. ഒരു പഠനത്തിൻ്റെ മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് ഒരു കുട്ടിയാണെങ്കിൽ, ആ വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലുള്ളതിനെയാണ് എന്ന് പറയുന്നത് ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതായത് ലേണർ ഓർ ദി സ്റ്റുഡൻറ്റ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ലേണിംഗ്. ആ പഠനത്തിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൻട്രലൈസ് ചെയ്ത് നിൽക്കുന്നത് സ്റ്റുഡൻ്റ് ആണെങ്കിൽ അതിനെയാണെന്ന് പറയുന്നത് ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് എന്ന് പറയുന്നത്. ദിസ് മീൻസ് ദാറ്റ് ദ ലേണർ ഓർ സ്റ്റുഡൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ലേണിംഗ് വൈൽ ദ ടീച്ചർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദ ലേണിംഗ്. അതായത് കുട്ടികൾ സ്വയമേ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, അതിന് സപ്പോർട്ട് ചെയ്യുകയാണ് ടീച്ചർ ചെയ്യുന്നത്. അതായത് ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ് ടീച്ചർ ചെയ്യുന്നത്. ഒരു ഗൈഡായിട്ടോ അല്ലെങ്കിൽ ഒരു
പിന്നെ സ്കഫോൾഡറായിട്ടോ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്ററായിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ടീച്ചറുടെ റോള് വരുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ പിന്നെ റെസ്പോൺസിബിലിറ്റി ആരുടേതാണ്? പഠിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി കുട്ടികൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അവർ അതിൻ്റേതായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്ത് പഠനം നടക്കുകയാണ് ചെയ്യുന്നത്. അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട് ആരുടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്? ടീച്ചർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്കഫോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതൊക്കെ പറയുന്നത്. ദ നെക്സ്റ്റ് പോയിന്റ്, ദിസ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ലേണിംഗ് എന്നും പറയുന്നുണ്ട്. അതായത് പിന്നെ ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്ങിനെ തന്നെയാണ് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ലേണിംഗ് എന്നും പറയുന്നത്. ഞാൻ പലപ്പോഴായിട്ട് അത് കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ദെൻ ലേണർ സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ ബ്രോഡ്ലി എൻകംപ്രസസ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ദാറ്റ് ഷിഫ്റ്റ് ദ ഫോക്കസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി ടീച്ചർ ടു ദി സ്റ്റുഡൻസ്. അതായത് ടീച്ചറിന് ഫോക്കസ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഫോക്കസ് ആരിലേക്ക് വരുന്നുണ്ട്? പിന്നെ സ്റ്റുഡൻറ്റിലേക്ക് വരുന്നുണ്ടെന്നുള്ളതാണ്. അതായത് സ്റ്റുഡൻസിൻ്റെ ക്യാരക്ടർ ഫോർമേഷൻ, സ്റ്റുഡൻസിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ്, സ്റ്റുഡൻസിൻ്റെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, സ്റ്റുഡൻസിൻ്റെ ആക്ടിവിറ്റി, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക? മുൻതൂക്കം കൊടുക്കുക എന്നുള്ളതാണ്. ഏതിൽ? ലേണർ സെൻറ്റേർഡ് എഡ്യൂക്കേഷനിൽ മുൻതൂക്കം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്ങിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഇതിനെ എലാബറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതാവുന്നതാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ തന്നെ നമുക്ക് എഴുതാവുന്നതാണ്. എങ്കിലും കുറച്ചുകൂടി പോയിൻറ്റ്സുകൾ സെപ്പറേറ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൽ ലിസ്റ്റ് ചെയ്യുന്നത്. ഈ അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതാം. അതിനെ എലാബറേറ്റ് ചെയ്യുമ്പോൾ ഈ അഡ്വാൻറ്റേജസിനെയും നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എണ്ണം കൂട്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അഡ്വാൻറ്റേജസ് ഓഫ് ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് വേഴ്സ് ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗ്, ഇവ തമ്മിലുള്ള കമ്പയർ ചെയ്തുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ദ ടീച്ചർ ഈസ് സ്റ്റിൽ ദ ക്ലാസ് റൂം അതോറിറ്റി ഫിഗർ ബട്ട് ഫങ്ഷൻസ് ആസ് മോർ ഓഫ് എ കോച്ച് ഓർ ഫെസിലിറ്റേറ്റർ. ആ സ്റ്റുഡൻസ് എംബ്രേസ് എ മോർ ആക്റ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് റോൾ ഇൻ ദെയർ ഓൺ ലേണിംഗ്. അതായത് ടീച്ചർ ഈസ് സ്റ്റിൽ ദ ക്ലാസ് റൂം അതോറിറ്റി ഫിഗർ. ഈ ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്ങിൽ ടീച്ചർ തന്നെയാണ് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി വരുന്നത്, അല്ലെങ്കിൽ ടീച്ചർ തന്നെയാണ് അവിടുത്തെ അധികാരി എന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഫങ്ഷൻസ് ആസ് മോർ ഓഫ് എ കോച്ച് ഓർ ഫെസിലിറ്റേറ്റർ. ഒരു കോച്ചായിട്ടോ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്ററായിട്ട് മാത്രമായിരിക്കും ഈ അധ്യാപകൻ എന്ത് ചെയ്യുക? അവിടെ ആക്ട് ചെയ്യുക. ആ സ്റ്റുഡൻസ്, ആ വിദ്യാർത്ഥി ഏത് തരത്തിലാണ് റോള് വഹിക്കുന്നത്? മോർ ആക്റ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് റോൾ ഇൻ ദെയർ ഓൺ ലേണിംഗ്. മോർ ആക്റ്റീവ് ആയിരിക്കും, അതായത് കൂടുതൽ വർക്കും കൂടുതൽ ആക്ടിവിറ്റികളും കുട്ടികളുടെ ഭാഗത്തു നിന്നായിരിക്കും ഉണ്ടാവുക. അതുകൂടാതെ തന്നെ കൊളാബറേറ്റീവ് ആയിരിക്കും. പല കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ സ്വമേധവയെ തന്നെ പിന്നെ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന രീതിയായിരിക്കും. അതുകൊണ്ടാണ് എന്തായാലും അധ്യാപകന് തന്നെയാണ് മുൻതൂക്കം വരുന്നത് എങ്കിലും പക്ഷേ അധ്യാപകൻ ഒരു കോച്ചായിട്ടും ഫെസിലിറ്റേറ്ററുമായിട്ടും മാത്രമാണ് അവിടെ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ അഡ്വാൻറ്റേജസ് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ലേണിംഗ് ഹാസ് അഡ്വാൻറ്റേജസ് ഫോർ ബോത്ത് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചർ. ടീച്ചർക്കും അതിന് ഗുണം വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്റ്റുഡൻസിനും അതിൻ്റെ ഗുണം വരുന്നുണ്ട്. ഏതിൽ? സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ലേണിങ്ങിൽ. സ്റ്റുഡൻസ് ഡെവലപ്പ് ലേണിംഗ് ആൻഡ് അതർ സ്കിൽസ് ആൻഡ് ഗെയിൻ മീനിങ് നോളജ് ദാറ്റ് വിൽ ഹെൽപ്പ് ദം ത്രൂ ഔട്ട് ലൈഫ്. അതായത് ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു കുട്ടി ഒരു പഠനം നടക്കുകയാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനും അതും മീനിങ് ഫുള്ളായിട്ടുള്ള നോളജ് അക്വയർ ചെയ്യാനും മാത്രമല്ല ഈ ഒരു എക്സ്പീരിയൻസ് അവരുടെ ലൈഫിൽ ഉപയോഗിക്കാനും കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തു പറയുന്നത്. സ്റ്റുഡൻസ് ഡെവലപ്പ് ലേണിംഗ് ആൻഡ് അതർ സ്കിൽസ് ആൻഡ് ഗെയിൻ മീനിങ് ഫുൾ നോളജ് ദാറ്റ് വിൽ ഹെൽപ്പ് ദം ത്രൂ ഔട്ട് ലൈഫ് എന്നുള്ളതാണ്. ദെൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഈസ് ലേൺഡ് എന്നുള്ളതാണ്. അതായത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, എൻ്റെ ഉത്തരവാദിത്തം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വ്യക്തമായ ഒരു ധാരണ അവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏത് മെത്തേഡിലൂടെ? ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്ങിലൂടെ. ദെൻ ടീച്ചർ ഹാവ് ലെസ് ട്രഡീഷണൽ വർക്ക് ടു ഡു. ട്രഡീഷണൽ വർക്ക് കുറവായിരിക്കും ടീച്ചർക്ക് ചെയ്യാനുണ്ടാവുക, എസ്പെഷ്യലി ഇൻ ദ അപ്പർ ലെവൽ ക്ലാസ്സസ് ഡ്യൂറിങ് ദ ലെറ്റർ പോർഷൻ ഓഫ് ദി അക്കാദമിക് ടേം. സ്റ്റുഡൻസ് ആർ മോർ അറ്റൻറ്റീവ് ആൻഡ് വില്ലിംഗ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ക്ലാസ്. അതായത് മോർ അറ്റൻറ്റീവ് ആരാണ്? സ്റ്റുഡൻസ് തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. എങ്കിലും ഈ പോയിൻറ്റ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അത് ടീച്ചർ സെൻറ്റേർഡ് ലേണിങ്ങിനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് അഡ്വാൻറ്റേജസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് പറഞ്ഞു. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്ങും അഡ്വാൻറ്റേജസ് ഓഫ് ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്ങും നിങ്ങൾക്കത് സെപ്പറേറ്റ് ആയിട്ടും എഴുതാം, അത് മിക്സ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്തും ചെയ്യാം. അതുകൂടാതെ തന്നെ ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്ങിനെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് മറ്റൊരു രീതിയിൽ നമുക്ക്
എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ വേണമെങ്കിൽ നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് അതിനെ എലാബറേറ്റ് ചെയ്ത് എസ്സേ ആണെങ്കിൽ ചോദിക്കുമ്പോൾ എഴുതാം. അതുകൂടാതെ തന്നെ സെപ്പറേറ്റ് പോയിൻറ്റ്സുകളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോട്ട് തരുമ്പോൾ ഇത് ഒന്ന് ആഡ് ചെയ്തിട്ട് ആ ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാവുന്നതാണ്. ഏതൊക്കെയാണ്? ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് എൻഗേജസ് സ്റ്റുഡൻസ് ഇൻ ദി ഹാർഡ് മെസ്സി വർക്ക് ഓഫ് ലേണിംഗ്. അവർ ബിസി ആയിരിക്കും വർക്കുകളിൽ, അവർ ഹാർഡ് വർക്കുകൾ അവർ ഏറ്റെടുത്ത് ചെയ്യുന്നു. ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് ഇൻക്ലൂഡ്സ് എക്സ്പ്ലിസിറ്റ് സ്കിൽ ഇൻസ്ട്രക്ഷൻ നടക്കുന്നു. റിഫ്ലക്റ്റ് ഓൺ വാട്ട് ദേ ആർ ലേണിംഗ് ആൻഡ് ഹൗ ദേ ആർ ലേണിംഗ് ഇറ്റ്. എങ്ങനെ പഠിച്ചു അതിൻ്റെ റിഫ്ലക്ഷൻ അവരിൽ തന്നെ കാണാൻ സാധിക്കുന്നു. മോട്ടിവേറ്റ്സ് സ്റ്റുഡൻസ് ബൈ ഗിവിംഗ് ദം സം കൺട്രോൾ ഓവർ ലേണിംഗ് പ്രോസസ്, എൻകറേജസ് കൊളാബറേഷൻസ്. ഇതൊക്കെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കളായിട്ട് എടുത്ത് പറയാവുന്നതാണ്. ഇവയോ അല്ലെങ്കിൽ ഈ ഒരു പോയിൻറ്റ്സ്, ഈ പിക്ചറിൽ കാണുന്ന പോയിൻറ്റ്സോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് എന്ത് തന്നെയാണെങ്കിലും ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്ങിൻ്റെ നേച്ചർ, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന രീതിയിലൊക്കെ ആയിരിക്കും നമ്മളോട് ചോദിക്കുക. അപ്പോൾ അത് എഴുതാൻ തക്കതായി മാറുക എന്നുള്ളതാണ്. സോ നമ്മളിവിടെ 2 ഭാഗങ്ങളാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കൺസ്ട്രക്റ്റിവിസം എന്നുള്ളതാണ്. രണ്ടാമത് ഈ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പെഡഗോഗിക്കൽ അപ്രോച്ച് എന്താണെന്നുള്ളതുമാണ്. അപ്പോൾ കൺസ്ട്രക്റ്റിവിസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ക്ലാസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. പെഡഗോഗിക്കൽ അപ്രോച്ച്, കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പെഡഗോഗിക്കൽ അപ്രോച്ചുമായി ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് എന്താണെന്നും അതേപോലെ തന്നെ ടീച്ചർ സെൻറ്റേർഡ് ടീച്ചിങ്ങിനെ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2 ഭാഗങ്ങളിലായിട്ട് 6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കൺസ്ട്രക്റ്റിവിസം, എക്സ്പ്ലെയിൻ അബൌട്ട് ദി നേച്ചർ ഓഫ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണർ, എക്സ്പ്ലെയിൻ ബിലോ കോൺസെപ്റ്റ് ഇൻ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണർ. അതിൽ റോൾ ഓഫ് ടീച്ചർ, നേച്ചർ ഓഫ് ലേണിംഗ് പ്രോസസ്സ്, പെഡഗോഗിക്കൽ അപ്രോച്ച് ടു കൺസ്ട്രക്റ്റിവിസം, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ക്ലാസ് റൂം ആൻഡ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം. അതുകൂടാതെ തന്നെ വാട്ട് ഈസ് ദ ലേണർ സെൻറ്റേർഡ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്, റൈറ്റ് അബൌട്ട് അഡ്വാൻറ്റേജസ് ഓഫ് ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് വേഴ്സ് ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗ്, ദെൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 യൂണിറ്റുകളാണ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നുള്ളതിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത് നേച്ചർ ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ്, രണ്ടാമത് ടീച്ചിങ് ഇൻ ഡൈവേഴ്സ് ക്ലാസ് റൂം ആൻഡ് ലേണിംഗ് ഇൻ ഓഫ് സ്കൂൾ ആൻഡ് ഔട്ട് ഓഫ് സ്കൂൾ. ദെൻ 3rd യൂണിറ്റ് എന്ന് പറയുന്നത് തിയറി ഓഫ് കൺസ്ട്രക്റ്റിവിസം ആൻഡ് ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്. അവസാനമായിട്ട് നമുക്ക് 2 യൂണിറ്റുകൾ കൂടിയാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്, മോഡൽ ഓഫ് ടീച്ചിങ്ങും ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ എന്നുള്ളതും. സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.